ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ വടകൻ. എടാ, ഇന്ന് സാറ് വന്നിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞു, ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ വരാനിരിക്കുന്നു, 4-ാം തീയതി വരെ വെക്കേഷൻ ഉണ്ടാ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ IT എക്സാം ഇങ്ങെത്തി. ഈ IT എക്സാമുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് വടക്കൻ സാർ ഇന്ന് വന്നിട്ടുള്ളത്. IT എക്സാമിന്റെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ RKSLC എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യെസ്, ഇനി വരുന്ന ദിവസങ്ങളിൽ IT അപ്ഡേറ്റ്സും കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, 5-ാം തീയതി നമ്മുടെ ക്ലാസ് തുറന്നാൽ നോക്കിയേ, 12-ാം തീയതി മുതൽ ജനുവരി സെക്കൻഡ് വീക്ക് 12-ാം തീയതി മുതൽ നമ്മുടെ മോഡൽ എക്സാമുകൾ സ്കൂളുകളിൽ ആരംഭിക്കുകയാണ്. 12-ാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 1 വീക്ക് മാത്രമേ സമയമുള്ളൂ. സ്കൂൾ തുറന്നതിന് ശേഷം ജസ്റ്റ് 12-ാം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ മോഡൽ എക്സാമിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുക മക്കളെ, ഈ ഒരു IT എക്സാമിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ എക്സാമിന് വരുന്ന അതേ ക്വസ്റ്റ്യൻസ് ആണ് എവിടെ ഉണ്ടാവാറ്, മോഡൽ എക്സാമിന് ഉണ്ടാവാറ്. അബൌട്ട് 90% ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ മോഡൽ എക്സാമിലുള്ള അതേ സാധനം തന്നെയായിരിക്കും. സോ അത് മറക്കരുത്. മോഡൽ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂവിങ് ടു നെക്സ്റ്റ്, 2-ാം തീയതി ഫെബ്രുവരി 2-ാം തീയതി മുതൽ 13-ാം തീയതി വരെ നമ്മുടെ IT മെയിൻ എക്സാമും നടക്കുകയാണ്. ഓക്കെ അല്ലേ? അത് നമുക്ക് പിന്നെ ഡേറ്റ് പണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈവൻ ദോ മോഡൽ എക്സാമിന്റെ അപ്ഡേറ്റ്സ് ആണ് നമുക്കിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, നമ്മുടെ ഈ ഒരു IT എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എടാ, ഒരു IT എക്സാമിൽ മൊത്തം 40 മാർക്കാണ് നമുക്ക് എക്സാമിലുള്ളത്. ഒരു 10 മാർക്ക് എവിടെയുണ്ട്? ഇന്റേണൽ മാർക്ക് കിട്ടാനുണ്ട്. അതിന് പുറമെ 40 മാർക്ക്. ഈ 40-ൽ 10 മാർക്ക് എന്ന് പറയുന്നത് തിയറിയാണ്. ഏതാണ്? തിയറിയാണ്. 30 മാർക്ക് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആണ്. ടോട്ടൽ 10ഉം 30ഉം കൂട്ടി എത്രയായി? 40ആയി. പിന്നെ 10 ആര് തരണം? നമ്മുടെ ടീച്ചർ തരണം. സെറ്റ് അല്ലേ? സോ അത് C മാർക്ക് ആയിട്ടും വരും. സോ ടോട്ടൽ നമുക്ക് 50 മാർക്ക് ഉണ്ട്. അതിൽ 40 മാർക്കാണ് വരുന്ന 12-ാം തീയതി മോഡൽ എക്സാമിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു മോഡലായിട്ട് നമ്മുടെ മെയിൻ എക്സാമിന്റെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ SSLCയിൽ നമ്മൾ വാങ്ങുന്ന ആദ്യത്തെ A+ എന്ന് പറയുന്നത് നമ്മുടെ IT A+ ആണ്. ആ A+ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആ 40 മാർക്ക് എഴുതിയെടുക്കേണ്ടതുണ്ട്. ആ 40-ൽ 30 പ്രാക്ടിക്കല്, 10 തിയറി. സെറ്റ് അല്ലേ? യെസ്. ഇനി തിയറിയുടെ ഡിവിഷൻ. എടാ, തിയറി എക്സാമിന് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ആദ്യം നമുക്കൊരു 10 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതിന് ഓരോന്നിനും 1/2 മാർക്ക് വീതം. അതിൽ ഒരു കറക്റ്റ് ആൻസർ ആണ് ഉണ്ടാവുക. എത്ര കറക്റ്റ് ആൻസർ ഉണ്ടാവും? ഒരു കറക്റ്റ് ആൻസർ. അപ്പൊ ടോട്ടൽ എത്ര മാർക്കായി? 10 ക്വസ്റ്റ്യൻ 1/2 മാർക്ക് വീതം. 10 എവിടെ പോയി? കൈ 10 ക്വസ്റ്റ്യൻ 1/2 മാർക്ക് വീതം. ഹാഫ് മാർക്ക്. സോ ടോട്ടൽ 5 മാർക്കായി. കുഴപ്പമുണ്ടോ? ബാക്കി ഒരു 5 മാർക്ക് കൂടി ഇല്ലേ? യെസ്. ഇവിടെ 5 ക്വസ്റ്റ്യനും കൂടി ഉണ്ടാവും. ഈ 5 ക്വസ്റ്റ്യന് നമുക്ക് ഓരോ മാർക്ക് വീതം ഉണ്ടാവും. പക്ഷെ ഈ 2 ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? 2 MCQ ആണ്. പക്ഷെ ഈ 2-ലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഒന്നാമത്തേല് ഒരു ശരി ഉത്തരം ഉണ്ടാവുള്ളൂ. പക്ഷെ രണ്ടാമത്തേല് 2 ശരി ഉത്തരം ഉണ്ടാവും. 2 ശരി ഉത്തരം നിങ്ങൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുള്ളൂ? 1 മാർക്ക് കിട്ടുള്ളൂ. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ തിയറി പാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മൾ പ്രാക്ടിക്കലിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കുക. പ്രാക്ടിക്കൽ എക്സാമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എക്സാം ഹാളിലേക്ക് നമുക്ക് കയറുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ റെക്കോർഡ് ഉണ്ടാവണം. ആ റെക്കോർഡിന് നിങ്ങൾക്ക് 2 മാർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 2 മാർക്ക് റെക്കോർഡിന്. മൊത്തം 30 മാർക്കാണ്. 30-ൽ 2 ആർക്ക് പോയി? റെക്കോർഡിന് പോയി. പിന്നെ നമ്മുടെ 4 ക്വസ്റ്റ്യൻസ് 7 മാർക്സിന്റെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 7 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 4 ക്വസ്റ്റ്യൻസിനും ഓപ്ഷൻ A ഉണ്ടാവും, ഓപ്ഷൻ B ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ, ഈ രീതിയിലാണ് IT ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. 28 മാർക്കിന് 7 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ വീതം വെച്ച് നോക്കുകയാണെങ്കിൽ 28 മാർക്കായി. ആ 28 മാർക്ക് ആണ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ആയിട്ട് ഉണ്ടാവുക. സോ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം. യെസ്, എവിടെ? യെസ്, 2 മാർക്ക് നിങ്ങളുടെ റെക്കോർഡിനാണ്. 28 മാർക്ക് വരുന്നത് 4 ക്വസ്റ്റ്യൻ. 7 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ് ചെയ്താൽ 28 മാർക്കും നിങ്ങൾക്ക് കിട്ടി. സോ 28 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 മാർക്സ്. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രാക്ടിക്കൽ. സോ അതിൽ 2 മാർക്ക് നമ്മുടെ പ്രാക്ടിക്കൽ റെക്കോർഡിനുണ്ട്. അതില്ലാതെ ആരും പോകരുത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഈ
7 മാർക്കിന് 7 മാർക്സിന്റെ 4 ക്വസ്റ്റ്യനിൽ ഈ വർഷം വന്നിട്ടുള്ള ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ ആശ വന്നിട്ടുണ്ട്. കണ്ടോ ഇത്? ആരാ അത്? ആരാ? ഇതാണ് ആർഡിനോ യൂനോ എന്ന് പറയുന്ന സാധനം. നമ്മുടെ റോബോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടോ ഈ വർഷം നിങ്ങളുടെ സിലബസിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു ബോർഡാണ്. ഈ ബോർഡിനെ കുറിച്ചും ഈ ബോർഡിൽ കണക്ഷൻസ് കൊടുക്കേണ്ടതിനെ കുറിച്ചും ഇപ്രാവശ്യം നിങ്ങൾക്കൊരു പ്രാക്ടിക്കലിന്റെ പുറമെ പ്രാക്ടിക്കൽ, അതായത് പ്രാക്ടിക്കൽ എന്ന് പറയുന്നതിന്റെ പുറമെ എന്തുണ്ട്? ഒരു പ്രാക്ടിക്കൽ. അതായത് ഇതിലുള്ള കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത് ഇപ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവും. ഇതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സാം മൊത്തമായിട്ട് ടൈമിന്റെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുകയാണെങ്കിൽ IT എക്സാമിന് ടോട്ടൽ 1 hour ആണ് പ്രാക്ടിക്കലിന് ഉണ്ടാവുക. പ്രാക്ടിക്കൽ പ്ലസ് തിയറി കാര്യങ്ങൾക്കെല്ലാം കൂടി 1 hour ആണ് ഉണ്ടാവുക. പ്ലസ് ഈ വർഷം ഈ ഒരു സാധനം പുതുതായിട്ട് വന്നതുകൊണ്ട് ഇതിലെ കോമ്പോണൻസ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ കണക്ട് ചെയ്യാനും വേണ്ടി നിങ്ങൾക്കൊരു 5 minute ബോണസ് ആയിട്ട് വരുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ IT എക്സാമുമായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. IT-യുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ആസ് വെൽ ആസ് നമ്മുടെ കമ്മ്യൂണിറ്റിയല്ല ഒരു 10ഓളം വർക്ക്ഷീറ്റുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ അത് വർക്കൗട്ട് ചെയ്ത് പഠിച്ച്, അത് നിർബന്ധമായിട്ടും പഠിക്കാതെ എക്സാം ഹാളിലേക്ക് കയറാൻ പാടില്ല. നമ്മുടെ SCRT പറയുന്ന SCRT സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു 10 വർക്ക്ഷീറ്റ് നിങ്ങൾ പഠിച്ചിട്ടേ എക്സാം ഹാളിലേക്ക് കടക്കാൻ പാടുള്ളൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സെലിൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RK Next. ബൈ, സീ യു ലേറ്റർ.